പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോയിൽ കൂടി പറയാൻ ഉദ്ദേശിക്കുന്നത് ബി ജെ പിയിൽ ഇരവാദം ഉന്നയിച്ച് നിൽക്കുന്ന ഒരു വനിതാ നേതാവിനെ കുറിച്ചിട്ടാണ്. അതാരാണെന്ന് നിങ്ങൾക്ക് ഇതിനകം തന്നെ ബോധ്യമായി കാണും. അവരുടെ പേരാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. ആ ശോഭാ സുരേന്ദ്രന് ബി ജെ പിയിൽ ഒരു രക്തസാക്ഷി പരിവേഷം കുറേ കാലം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് താൻ വളരെയേറെ നേതൃപാഠവുമുള്ള ഒരു വനിതയാണെങ്കിലും തനിക്ക് ബി ജെ പിയിൽ ആഴത്തിലുള്ള സ്വാധീനമുണ്ടെങ്കിലും തന്നെ ഈ പറയുന്നത് പോലെ ഈ സുരേന്ദ്ര മുരളീധര സഖ്യം തന്നെ നേതൃത്വത്തിൽ നിന്ന് അകറ്റി നിർത്തുകയാണ് എന്നുള്ള വാദം നിരന്തരമായി ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വനിതയാണ് ശോഭാ സുരേന്ദ്രൻ. BL സന്തോഷ് എന്ന് പറയുന്ന ബി ജെ പിയുടെ സംഘടനാ സെക്രട്ടറിയുടെ കൂടി സ്വാധീനത്തിൽ ബി ജെ പിയുടെ നേതൃസ്ഥാനത്ത് നിന്ന് തന്നെ നിരന്തരമായി തഴയുകയാണ് ബി ജെ പിയുടെ ഔദ്യോഗിക നേതൃത്വമെന്ന് പറയാവുന്നിടങ്ങളിലെല്ലാം പറഞ്ഞും പറയാതെയും മുന്നോട്ട് നീങ്ങുന്ന ഒരു വനിതയാണ് ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രൻ പല സ്ഥലങ്ങളിലും മത്സരിച്ച സമയത്തൊക്കെ തന്നെ അവരെ തോൽപ്പിച്ചത് ബി ജെ പിക്ക് അകത്തുനിന്ന് തന്നെ ഉള്ളവരുടെ കൈക്രിയ കൊണ്ടാണ് എന്ന് അവർ തന്നെ പലയിടങ്ങളിലും പറഞ്ഞും പറയാതെയും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. താനൊരു വനിതയായതുകൊണ്ടും തനിക്ക് വലിയ നേതൃപാഠവുമുള്ളത് കൊണ്ടുമാണ് തന്നെ ഈ നേതൃത്വത്തിൽ നിന്ന് മാറ്റി നിർത്താൻ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരിപ്പോൾ ഈ ആലപ്പുഴയിൽ പാർലമെൻറ്റ് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സമയത്തും അവർ ഇതേ വാദമാണ് അവർ പൊതുമണ്ഡലത്തോട് പങ്കുവെക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ ഒരു ദിവസം ഒരു പത്രസമ്മേളനം നടത്തുകയും അതിൽ പൊട്ടിക്കരയുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ആ അർത്ഥത്തിൽ ബി ജെ പി അണികൾക്കിടയിലും പൊതുമണ്ഡലത്തിലും ഒരു രക്തസാക്ഷി പരിവേഷമുള്ള ഒരു വനിതയാണ് താൻ എന്നുള്ള ഒരു വാദഗതി മുന്നോട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാഗികമായി അത് ശരിയെന്ന് കുറേയൊക്കെ ഞാനും വിശ്വസിച്ചിരുന്നു. പക്ഷേ സുഹൃത്തുക്കളെ, എനിക്ക് ഈ വീഡിയോയിലൂടെ എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്, അവർ ഈ പറയുന്നത് പോലെ ഉള്ള ഒരു വനിതയാണോ എന്നുള്ള ഒരു ഗൗരവതരമായിട്ടുള്ള സംശയം എനിക്കുണ്ടായിരിക്കുന്നു എന്നുള്ളത് എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. അവരോരോ തവണയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് അവരെ തോൽക്കാൻ കാരണം ബി ജെ പിക്ക് അകത്തുള്ളവർ പാരപണിയുന്നുണ്ടാണെന്നൊക്കെ ഞാനും വിശ്വസിച്ചിരുന്നു. പക്ഷേ ഈ അടുത്ത ദിവസങ്ങളിൽ ദല്ലാൽ നന്ദകുമാർ നടത്തിയ ചില പരാമർശങ്ങളുണ്ട്, അല്ലെങ്കിൽ ദല്ലാൽ നന്ദകുമാർ അവർക്കെതിരെ നടത്തിയിട്ടുള്ള ചില ആരോപണങ്ങളുണ്ട്. ആ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എനിക്ക് ഈ വനിതയുടെ വിശ്വാസ്യതയെക്കുറിച്ചിട്ട് ഗൗരവതരമായിട്ടുള്ള സംശയം ഉടലെടുത്തിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഈ ദല്ലാൽ നന്ദകുമാറിൻ്റെ വിശ്വാസ്യതയെക്കുറിച്ചിട്ട് 1% പോലും അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യതയെ വൗച്ച് ചെയ്യുന്ന ഒരാളാണ് എന്ന് ഞാൻ പറയുന്നില്ല. അയാളൊരു ഷെയ്ഡി ക്യാരക്ടറാണ് എന്നുള്ളത് സംബന്ധിച്ച് എനിക്ക് സംശയമൊന്നുമില്ല. അയാളെക്കുറിച്ചിട്ട് ശക്തമായിട്ടുള്ള വിമർശനങ്ങളും ആരോപണങ്ങളും ഞാനും ഒക്കെ തന്നെ ഇതിനു മുമ്പ് ഉന്നയിച്ചിട്ടുള്ളതാണ്. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അദ്ദേഹം ഉന്നയിക്കുന്ന ചില ആരോപണങ്ങളുണ്ട്. ആ ആരോപണങ്ങൾക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ള മറുപടി പറയാൻ ശോഭാ സുരേന്ദ്രന് കഴിയുന്നില്ല എന്നുള്ളിടത്താണ് എനിക്ക് ശോഭാ സുരേന്ദ്രൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യേണ്ടി വരുന്നത്. സുഹൃത്തുക്കളെ, ഈ കഴിഞ്ഞ ദിവസം അയാൾ ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ആദ്യം ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് അയാൾ ഒരു പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിൽ അയാൾ തെളിവ് ഉയർത്തി കാണിച്ചത് ശോഭാ സുരേന്ദ്രൻ തൻ്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ട് എന്നുള്ള ബാങ്കിൻ്റെ ഒരു റെസീപ്റ്റ് അദ്ദേഹം ഉയർത്തി കാണിച്ചിരുന്നു. അത് ഉയർത്തി കാണിച്ച് അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തിയതിനെ തുടർന്ന് ശോഭാ സുരേന്ദ്രൻ ദല്ലാൽ നന്ദകുമാറിനെതിരായിട്ട് ഒരു ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു. ആ ആരോപണങ്ങൾക്ക് മറുപടിയായി ഏതാണ്ട് 44 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പത്രസമ്മേളനം കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളുടെയും മുന്നിൽ ഈ ദല്ലാൽ നന്ദകുമാർ നടത്തുകയുണ്ടായി. ആ പത്രസമ്മേളനത്തിൽ അയാൾ ഉന്നയിച്ചിട്ടുള്ള 2-3 ആരോപണങ്ങളുണ്ട്. ആ 2-3 ആരോപണങ്ങൾക്ക് നിർഭാഗ്യവശാൽ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഈ ബി ജെ പി നേതാവിന് കാര്യകാരണസഹിതം മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അവരെക്കുറിച്ച് ചില സംശയങ്ങൾ ജനിപ്പിക്കാൻ എനിക്ക് കാരണമായത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക. സുഹൃത്തുക്കളെ, എന്താ ദല്ലാൽ നന്ദകുമാർ അവരെക്കുറിച്ചിട്ട് പറഞ്ഞത്? 2-3 കാര്യങ്ങൾ പറഞ്ഞു. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പോണ്ടിച്ചേരി ലഫ്റ്റനൻറ്റ് ഗവർണർ ആവാൻ
അതായത് അവർക്ക് ബി ജെ പിക്കകത്ത് വലിയ തോതിലുള്ള എതിർപ്പുണ്ടെന്നും BL സന്തോഷിൻ്റെ നേതൃത്വത്തിലൊരു വലിയ വിഭാഗം അവർക്ക് എതിരായി ബി ജെ പിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും അവർക്ക് ആ ഗ്രൂപ്പിനെതിരായി ബി ജെ പിക്കകത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ തനിക്കൊരു തസ്തിക വേണമെന്നും പോണ്ടിച്ചേരിയിലെ ലഫ്റ്റനൻറ്റ് ഗവർണർ തസ്തിക വേക്കൻ്റായി ഒഴിവായി കിടക്കുകയാണെന്നും പോണ്ടിച്ചേരി മുഖ്യമന്ത്രിയെ സ്വാധീനിച്ച് 1 കോടി രൂപ അദ്ദേഹത്തിന് കൊടുത്താൽ അദ്ദേഹം അമിത്ഷയോട് തന്നെ പോണ്ടിച്ചേരിയിലെ ലഫ്റ്റനൻറ്റ് ഗവർണറാക്കാൻ ശുപാർശ ചെയ്യുമെന്നും തൻ്റെ കയ്യിൽ 80 ലക്ഷം രൂപയുണ്ടെന്നും തനിക്ക് ബാക്കി പണവും കൂടെ തന്ന് തന്നെ സഹായിക്കണമെന്നും ശോഭാ സുരേന്ദ്രൻ തന്നെ സമീപിച്ച് പറഞ്ഞുവെന്നും അതിൻ്റെയൊക്കെ ഭാഗമായി അവരിൽ നിന്ന് വാങ്ങാൻ തീരുമാനിച്ച ഒരു ഭൂമിക്ക് പകരമായി താൻ അവർക്ക് 10 ലക്ഷം രൂപ കൊടുത്തുവെന്നും ആ 10 ലക്ഷം രൂപ തനിക്ക് നഷ്ടപ്പെട്ടുവെന്നുമുള്ള ആരോപണമാണ് ദല്ലാൽ നന്ദകുമാർ ആദ്യമായി ശോഭാ സുരേന്ദ്രനെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. ആ ഉന്നയിച്ച ആരോപണത്തിന് കാര്യകാരണ സഹിതം മറുപടി നൽകാൻ ശോഭാ സുരേന്ദ്രന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ? രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ശോഭാ സുരേന്ദ്രന് എന്താണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഏതോ കമ്മിറ്റിയിൽ പങ്കെടുക്കാനായിട്ട് പലപ്പോഴായി ഡൽഹിയിലേക്ക് പോകേണ്ടി വന്നുവെന്നും ആ ഡൽഹിയിൽ പോകേണ്ടി വന്ന സമയങ്ങളിലൊക്കെ അവർക്ക് വിമാന ടിക്കറ്റ് എടുത്തു കൊടുത്തത് താനാണെന്നുമുള്ള ദല്ലാൽ നന്ദകുമാറിൻ്റെ ആരോപണം. ആ ആരോപണത്തിനും കൃത്യമായ മറുപടി നൽകാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം ശോഭാ സുരേന്ദ്രനും ദല്ലാൽ നന്ദകുമാറുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഭൂമി ഇടപാട് സംബന്ധിച്ചിട്ടുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ വന്ന് പറഞ്ഞത് തനിക്ക് തൻ്റെ ഒരു 8 സെൻറ്റ് സ്ഥലം വാങ്ങാം എന്ന് ദല്ലാൽ നന്ദകുമാർ പറഞ്ഞുവെന്നും അതിൻ്റെ അഡ്വാൻസ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൽ നിന്ന് താൻ 10 ലക്ഷം രൂപ വാങ്ങിയെന്നും ആ 10 ലക്ഷം രൂപ വാങ്ങിയെങ്കിലും ആ സ്ഥലം വിൽക്കാൻ ദല്ലാൽ നന്ദകുമാർ തയ്യാറാവുന്നില്ല എന്നും അത് അയാളെ കൊണ്ട് താൻ വിൽപ്പിക്കുമെന്നും മനഃപൂർവ്വം തന്നെ കുഴപ്പത്തിലാക്കാൻ അയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുമുള്ള ആരോപണമാണ് ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ചിട്ടുള്ളത്. തൻ്റെ കയ്യിൽ അദ്ദേഹത്തിൻ്റെ 10 ലക്ഷം ഉണ്ട് എന്നുള്ളത് ശരിയാണ്, അദ്ദേഹത്തിൽ നിന്ന് താൻ 10 ലക്ഷം വാങ്ങി എന്നുള്ളത് ശരിയാണ്. പക്ഷേ തൻ്റെ ആ ഭൂമി വിൽക്കാൻ ദല്ലാൽ നന്ദകുമാർ തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദല്ലാൽ നന്ദകുമാറിനെ കുറ്റപ്പെടുത്തുകയാണ് ശോഭാ സുരേന്ദ്രൻ ചെയ്തത്. പക്ഷേ അതിന് മറുപടിയായി ദല്ലാൽ നന്ദകുമാർ പറഞ്ഞ ചില വാദഗതികളുണ്ട്. അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വാദഗതി എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹം പറയുന്നത് ഈ സ്ഥലം യഥാർത്ഥത്തിൽ ശോഭാ സുരേന്ദ്രൻ ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് തന്നെ തട്ടിക്കുകയായിരുന്നു, തന്നെ വഞ്ചിക്കുകയായിരുന്നു എന്നാണ് ദല്ലാൽ നന്ദകുമാർ പറയുന്നത്. അത് തെളിയിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞത് ശോഭാ സുരേന്ദ്രൻ്റെ യഥാർത്ഥ ഭർത്താവ് സുരേന്ദ്രൻ എന്ന് പറഞ്ഞ ആളാണെന്നും എന്നാൽ ശോഭാ സുരേന്ദ്രനുമായി ബന്ധമുള്ള മോഹൻദാസ് എന്ന് പറഞ്ഞ വേറൊരു വ്യക്തിയുണ്ടെന്നും ആ മോഹൻദാസ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഭാര്യയുടെ പേര് പ്രസന്ന എന്നാണെന്നും ആ പ്രസന്നയുടെ ഭൂമി, അതായത് മോഹൻദാസിൻ്റെ ഭാര്യയായിട്ടുള്ള പ്രസന്നയുടെ ഭൂമി പ്രസന്ന അറിയാതെ മോഹൻദാസ് അതിൻ്റെ പവർ ഓഫ് അറ്റോർണി ശോഭാ സുരേന്ദ്രന് കൊടുക്കുകയായിരുന്നുവെന്നും ആ സ്ഥലമാണ് ശോഭാ സുരേന്ദ്രൻ വിൽക്കുന്നതിൻ്റെ ഭാഗമായി ആ സ്ഥലത്തിന് പകരമായിട്ടാണ് ശോഭാ സുരേന്ദ്രൻ ദല്ലാൽ നന്ദകുമാറിൽ നിന്ന് 10 ലക്ഷം രൂപ വാങ്ങിയത് എന്നുമുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ദല്ലാൽ നന്ദകുമാർ ശോഭാ സുരേന്ദ്രനെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. അതിന് അദ്ദേഹം രേഖകളെല്ലാം ചൂണ്ടിക്കാണിച്ചു, അദ്ദേഹം അതിൻ്റെ ലീഗൽ ഒപ്പീനിയൻ ചൂണ്ടിക്കാണിച്ചു, അത് അദ്ദേഹം പത്രസമ്മേളനത്തിൽ കാണിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇത് തർക്കത്തിൽ കിടക്കുന്ന സ്ഥലമാണ്, ഈ സ്ഥലം എനിക്ക് എങ്ങനെയാണ് വിൽക്കാൻ കഴിയുക എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതായത് തനിക്ക് കുറച്ച് സ്ഥലം തന്നിട്ട് തൻ്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ ശോഭാ സുരേന്ദ്രൻ വാങ്ങിയെങ്കിലും ആ സ്ഥലം ശോഭാ സുരേന്ദ്രൻ്റെ സ്ഥലമല്ലെന്നും അതൊരു തർക്കഭൂമിയാണെന്നും ഉള്ളതിന് തൻ്റെ കയ്യിൽ കൃത്യമായ തെളിവുണ്ട് എന്നാണ് ദല്ലാൽ നന്ദകുമാർ പറഞ്ഞത്. എന്നിട്ട് നന്ദകുമാർ പറഞ്ഞത് ഇത് ചീറ്റിംഗ് ആണ്, 420 ചീറ്റിംഗ് ആണ്, ഇത് ഡൽഹിയിൽ ഒരു FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ വന്ന് ജാമ്യം എടുക്കേണ്ടി വരും. ഇതാണ് ദല്ലാൽ നന്ദകുമാർ പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ 3 വിഷയങ്ങളിലും, ഈ ലഫ്റ്റനൻറ്റ് ഗവർണറുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലും, ശോഭാ സുരേന്ദ്രന് വിമാന ടിക്കറ്റ് എടുത്തു കൊടുക്കുന്ന വിഷയത്തിലും, ശോഭാ സുരേന്ദ്രൻ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിലും ദല്ലാൽ നന്ദകുമാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് വസ്തുനിഷ്ഠമായി മറുപടി പറയാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്
ശോഭാ സുരേന്ദ്രൻ്റെ വിശ്വാസ്യതയെ വളരെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു വിഷയമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇതിന് കൃത്യമായ മറുപടി കൊടുത്തില്ല എങ്കിൽ ശോഭാ സുരേന്ദ്രൻ ഇതുവരെ കെട്ടിപ്പൊക്കിയ ഈ രക്തസാക്ഷി പരിവേഷം എല്ലാം നഷ്ടപ്പെടും എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. അവസാനമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളൊരു കാര്യമുണ്ട് സുഹൃത്തുക്കളെ. എന്തിനാണ് ശോഭാ സുരേന്ദ്രൻ തൻ്റെ ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഷെയ്ഡി ക്യാരക്ടറായിട്ടുള്ള ദലാൽ നന്ദകുമാറിന് എൻ്റെ അടുത്ത് ചെന്നത്? ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ BJP നേതാവിന് സ്ഥലമുണ്ടെങ്കിൽ ആ സ്ഥലം വിറ്റുകൊടുക്കാൻ സഹായിക്കേണ്ടത് BJPയിലെ അവരുടെ പ്രവർത്തകരല്ലേ, അല്ലെങ്കിൽ RSSൻ്റെ സ്വയം സേവകരല്ലേ? അവരുടെ സഹായത്തിലാണ് താൻ ജീവിക്കുന്നതെന്നൊക്കെയാണല്ലോ ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. അങ്ങനെയെങ്കിൽ തൻ്റെ കൈവശമുള്ള ഭൂമി വിൽക്കാൻ എന്തുകൊണ്ടാണ് ഈ ദല്ലാൽ നന്ദകുമാർ എന്ന വിവാദ കഥാപാത്രത്തെ സമീപിച്ചത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യത്തിന് ശോഭാ സുരേന്ദ്രൻ മറുപടി പറയേണ്ടി വരും. അത് മറുപടി പറയാൻ അവർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരുടെ വിശ്വാസ്യത വളരെയേറെ താഴെ പോയിരിക്കുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഇതുവരെയുള്ള ഒരു സാഹചര്യം പരിശോധിച്ചാൽ ശോഭാ സുരേന്ദ്രൻ ഒരു 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 ഈ പറഞ്ഞതുപോലെ ഒരു രക്തസാക്ഷി പരിവേഷം ഉള്ള ഒരു നേരേ പോ എന്നുള്ള പ്രവർത്തനം നടത്തുന്ന ഒരു വനിതയാണ് എന്ന് പറയാൻ കഴിയില്ല. സങ്കുചിതമായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ, ദുരൂഹമായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങളുടെ ഒരു ഉറവിടമാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് നമുക്ക് പറയേണ്ടി വരും.